കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വളരെ അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് 500 മീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട്, എറണാകുളം, മൂവാറ്റുപുഴ, തൃപ്പൂണിത്തുറ, കോലഞ്ചേരി എന്നിവേണ്ട സ്ഥലങ്ങളിലേക്ക് ഈസി ആക്സസ് ഉള്ള ഏരിയയും കൂടിയാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. തൊട്ടടുത്തായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും സെൻറ്റ് മേരീസ് സ്കൂളും ഉണ്ട്. അപ്പം ആരാധനാലയങ്ങളും സ്കൂൾസും ഒക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 5 സെൻറ്റ് 400 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളൊന്ന് കാണാൻ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നാല് മീറ്റർ വീതിയുള്ള ഇൻറ്റേർണൽ റോഡാണ് ഇതിന് വന്നിരിക്കുന്നത്. ബോക്സ് ഡിസൈനിലാണ് എലിവേഷൻ ഒരുക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ മതിലിൻ്റെ പാറ്റേൺ ആണെങ്കിലും നല്ല ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വന്നിരിക്കുകയാണ്. നേരെ പോർച്ചിലേക്ക് തന്നെ വരാം. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനുണ്ട്. പൂർണ്ണമായിട്ടും വാഹനം കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് വാഹനം കിടക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. സൗത്ത് സൈഡിൽ നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിൻറ്റും വരുന്നുണ്ട്. ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. ചെറിയ വാഹനമാണെന്നുണ്ടെങ്കിൽ 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വലിപ്പമുള്ള വെല്ല് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. കൂടാതെ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിന് അടുക്കള വന്നിരിക്കുന്നത്. ഇത്രയും സ്പേസ് നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിലെ സ്പേസും യൂസ് ചെയ്യാം. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നേരെ അകത്തേക്ക് കയറാം. പ്രധാന ഡോർ വന്നിരിക്കുന്നത് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. ടീക്ക് വുഡിലാണ് ഇതിൻ്റെ പ്രധാന ഡോർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പാറ്റേണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തടികൾ വന്നിരിക്കുന്നത് തേക്ക്, ആഞ്ഞിലി, പ്ലാവ് മുതലായ നാടൻ മരങ്ങൾ തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ലിവിങ് സ്പേസ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് സോഫ സെറ്റും മറ്റുമൊക്കെ യൂസ് ചെയ്യാം. വലിപ്പമുള്ളൊരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. ഒരു സൈഡിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് മേലെ തൂക്കാവുന്നതാണ്. വലിപ്പമുള്ളൊരു ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ഷാൻഡിയർ ലൈറ്റൊക്കെ മനോഹരമായിരിക്കുകയും ചെയ്യും. ഇത് ഈസ്റ്റ് സൈഡാണ്. 4 പാളി ജനൽ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ, അതായത് ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡുമാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 2 പാളി ജനലും വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വലിയൊരു TV വയ്ക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ശരിക്കും ഇതൊരു സെപ്പറേഷനും കൂടിയാണ്. കയറി വരുന്ന ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ്. ഇതിനകത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് കൊടുക്കാനുള്ള സ്പേസും ഉണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് കയറുന്ന എൻട്രൻസിലായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡിവോഷണൽ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. താഴെ ഒരു ഗ്രീൻ മാറ്റ് കൊടുത്തിട്ടുണ്ട്. പെബിൾസ് വിരിക്കാം, അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സുകൾ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡൈനിങ് സ്പേസിലായി. ഒരു സൈഡിലായിട്ട് കോക്കറി ഷെൽഫും സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ബാക്കിലേക്ക് 4 പാളി ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ ഇടാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്ത് ഒതുങ്ങി മാറിയിട്ടാണ് DV സ്പേസ് കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് ലൈനാണ്. വീഗാർഡ് ഫിറ്റിങ്സ് യൂസ് ചെയ്തിരിക്കുന്നു. സ്വിച്ചസ് യൂസ് ചെയ്തിരിക്കുന്നത് ലെഗ്രാൻഡിൻ്റെ ആണ്. അതിവിശാലമായുള്ള ഒരു കിച്ചൺ കൂടിയാണ്. U ഷേപ്പിലാണ് ഇതിൻ്റെ സ്ലാബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ടാൻഡം ബോക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓട്ടോ ക്ലോസ് ആണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ധാരാളം ബോട്ടിൽസൊക്കെ വെക്കാനായിട്ട് നമുക്ക് സ്പേസ് അവൈലബിൾ ആണ്. ഇനി വലിപ്പമുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്.
ഇത് വരുന്നത് നോർത്ത് സൈഡാണ്, ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡുമാണ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ അടുക്കളയുടെ സ്ഥാനം വന്നിരിക്കുന്നത്. കിഴക്കോട്ട് നമുക്ക് വുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വന്നിട്ടുണ്ട്, 2 ടാപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അക്വഗാർഡിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ടൈലാണെന്നുണ്ടെങ്കിൽ മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് താഴെ. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ക്ലോസ്ഡ് കിച്ചനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മരങ്ങളെല്ലാം തനത് തടിയിൽ തന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. ഇതാണ് വെസ്റ്റ്, ഇത് നോർത്ത് സൈഡ്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും വന്നിരിക്കുകയാണ്. ഇനി ബാത്റൂമിലേക്ക് വരാം. കയറി വരുമ്പോൾ സിറയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷവർ, ഡയവേർട്ടർ, അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്രഷ് ടാങ്ക്, ഇതെല്ലാം ജാഗോണിൻ്റെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസിയാണ്, ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ, അതിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാഷ് ഏരിയ ഒന്ന് കാണാം. നേരെ വാഷ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗത്ത് ഒന്ന് താഴ്ത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ നമുക്ക് ഇൻവേർട്ടറിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിപ്പോൾ ഒരു കൗണ്ടർ വാഷ് ബേസിനായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിങ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം ഒരു 12 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. വെസ്റ്റ് സൈഡിൽ 3 പാളി ജനലും വന്നിട്ടുണ്ട്, കബോർഡ് വന്നിട്ടുണ്ട്, കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിങ് ടേബിൾ വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ മിററും സ്റ്റോറേജ് സ്പേസും ഒക്കെ വന്നിരിക്കുന്നത്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. വാഷ് ബേസിൻ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡയവേർട്ടറാണ് വന്നിരിക്കുന്നത്. പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് വരുന്നുണ്ട്. ഇത് കൂടാതെ ഷവർ വന്നിരിക്കുന്നത് റെയിൻ ഷവറാണ്. ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. അപ്പം 2 വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിൽ ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിൽ. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. പന്ത്രണ്ടര അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. സൗത്ത് വെസ്റ്റിൽ ഇതാണ് സൗത്ത്, ഇത് വെസ്റ്റ്. ഇവിടെയായിട്ട് കബോർഡ് വന്നിട്ടുണ്ട്, ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. നമ്മൾ താഴെ കണ്ട, അതായത് കയറി വരുമ്പോൾ നേരെ കാണുന്ന ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. ഇവിടെ നിന്ന് നമുക്കൊരു വ്യൂ കിട്ടുന്നുണ്ട്. മേലെ പെർഗോള വരുന്നുണ്ട്. ഇനി ഇവിടെ വിശാലമായുള്ളൊരു ഓപ്പൺ യൂട്ടിലിറ്റി സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലക്ക് വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. മേലേക്ക് കയറണമെന്നില്ല. അപ്പോൾ കയറാനായിട്ട് സൈഡിലായിട്ടാണ് ഇതിന് കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. സൈഡിലായിട്ടാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും പിടിച്ച് കയറാനുള്ള രീതിയിൽ ലാഡർ കൊടുത്തിട്ടുണ്ട്. അതിവിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. ഇവിടെ ആയിട്ട് വാട്ടർ പോയിൻറ്റും പവർ പോയിൻറ്റും ഒക്കെ വരുന്നുണ്ട്. അത് അഡീഷണൽ ആയിട്ട് ഇവിടെയും വേറൊരു പവർ പോയിൻറ്റ് വരുന്നുണ്ട്. അപ്പം വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ്. 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ സൈസ്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. കയറി വരുമ്പോൾ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിററിനുള്ളൊരു ഓപ്ഷനും ലൈറ്റിനുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഡയവേർട്ടർ, റെയിൻ ഷവർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്രഷ് വാൽവാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിരിക്കുന്നു. ജാഗോൻ്റെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ടൈല് താഴെ കൊടുത്തിട്ടുണ്ട്. ഫൈബർ ഡോറും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അപ്പർ ലിവിങ്ങിൽ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് ഒരു വ്യൂ കൂടി ഉണ്ട്. ഇവിടെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫൻഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഡോറുകളെല്ലാം തന്നെ ടീക്കൂഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ വെട്ടുകല്ലിൽ ചെയ്ത വീടായതുകൊണ്ട് തന്നെ ഒരുപാട് ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വെട്ടുകല്ലിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 2 ബാൽക്കണികളുണ്ട്. ഒന്ന് കവേർഡും പിന്നെ ഒന്ന് ഓപ്പണും. ഓപ്പൺ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഇങ്ങനെ ലാൻഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെടികളൊക്കെ വെച്ചിട്ട്
ഭംഗിയുള്ളൊരു ഗാർഡനാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ഊഞ്ഞാലും മറ്റും കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന ടെക്സ്റ്റർ വർക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് 400 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണ്. മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.